കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ പോയിരിക്കുന്നു രാജ്ഭവനിലേക്ക്. SFI ബാനർ ഉയർത്തി പ്രതിഷേധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക്, അക്രമാസക്തമാകുന്ന സമര മാർഗങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. ഏതായാലും കൊല്ലത്ത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പറയുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയാണോ ഡിവൈഎഫ്ഐക്കാർ എന്നുള്ളതാണ് സംശയം. ഏതായാലും പോലീസ് ഇപ്പോൾ പിടിച്ചു മാറ്റുന്നുണ്ട്. വടികൾ ചുഴറ്റിക്കൊണ്ടുള്ള സമരമാണ് ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ദിലീപ് ദേവസ്യ ചോര ഒലിപ്പിച്ച് വരുന്നവരുണ്ട്. വലിയ തോതിലുള്ള സംഘർഷമാണ്. ദിലീപ്, എന്താണ് സംഭവിച്ചത്? കരിങ്കോടിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടിയും അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റും എല്ലാം എടുത്ത സംഘർഷത്തിലെത്തിയത്. ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചിന്നക്കടയിൽ എത്തിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് ഇപ്പോൾ തന്നെ കാണുന്നു കല്ലേറടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രക്ഷാർത്ഥം ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്നാണ്. ആ ഹോട്ടലിലേക്ക് അടക്കം ഇപ്പോൾ കല്ലെറിയുകയാണ്. മാത്രമല്ല വടിയുമായി എത്തിയ പ്രവർത്തകരാണ് ഇപ്പോൾ തമ്മിൽ കൂട്ടിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമാണ് ഇപ്പോൾ തമ്മിൽ ഇതാക്കിയത്. ഇവിടെ ചായക്കട ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീക്കും കല്ലേറിൽ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അവരെ ഇപ്പോൾ അതിലേക്ക് പോലീസും അതായത് വടിയെടുത്തുകൊണ്ടാണ് ഇവരെ അടിച്ചത്. ഇപ്പോൾ മാരകായുധങ്ങളടക്കം എടുത്തുകൊണ്ടാണ് യൂത്ത് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യം തന്നെ പോലീസ് രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് സംഘമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആകെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാകെ 4-5 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു സംഘർഷം ആയതോടും പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘമായി എത്തി പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. ചിന്നക്കട ജംഗ്ഷനിൽ നിന്ന് നവകേരള ബസിന്റെ ദിലീപ്, അവിടെ ഞാൻ ദൃശ്യങ്ങളിൽ ചില ഫ്രെയിമിൽ കണ്ടത് തലയിൽ നിന്ന് ചോര ഒഴുകുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. വലിയ തോതിലുള്ള സംഘർഷത്തിന് ശേഷമുള്ള തത്സമയ ദൃശ്യങ്ങളാണോ നമ്മളിപ്പോൾ കാണുന്നത്? നികേഷ്, ഈ നവകേരള ബസ് കടന്നു പോകലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് തന്നെ തൊട്ട് പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും അപ്പോഴുണ്ടായ ഒരു സംഘടനത്തിലാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ഇപ്പോൾ നികേഷ് പറഞ്ഞ ആ രക്തത്തിൽ കുളിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. അദ്ദേഹത്തിനാണ് പരിക്കേറ്റിരുന്നത്. അദ്ദേഹം ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അദ്ദേഹത്തിന് പരിക്കേറ്റ അതാണ്. കൂടാതെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉള്ള ഒരു സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രവർത്തകരെ എല്ലാവരും തന്നെ ഇപ്പോൾ പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ആദ്യം തന്നെ വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ദിലീപ് പതുക്കെ, അതായത് നേരത്തെ ട്യൂബ് ലൈറ്റുകൾ വെച്ചിട്ടാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഘർഷത്തിൽ ഏർപ്പെടുന്നത് കണ്ടത്. ഇപ്പോൾ ഒരാളുടെ തലപൊട്ടി ഒലിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. യൂത്ത് കോൺഗ്രസ്സുകാരെ അടിക്കാൻ ചെന്ന ഡിവൈഎഫ്ഐക്കാർക്ക് അടി കിട്ടി എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അത് തന്നെ നികേഷ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കോടി കാണിക്കാൻ എത്തിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടിച്ചു മാറ്റാൻ എത്തിയതായിരുന്നു. അവർ തമ്മിലായിരുന്നു ആദ്യത്തെ സംഘർഷമുണ്ടായത്. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പരിക്കേറ്റതോടുകൂടിയാണ് ഇവർ ഉന്തുന്നള്ളിലും പരിക്കേറ്റതോടുകൂടിയാണ് മാരകായുധങ്ങൾ അടക്കം എടുത്തുകൊണ്ട് തമ്മിൽ തല്ല് ഉണ്ടായിരുന്നത്. നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ആദ്യം പോലീസ് ഈ പ്രദേശത്തേക്ക് നിർത്തിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നിൽക്കരുതെന്ന് ആവശ്യപ്പെട്ട് നമ്മളെ മാറ്റിയിരുന്നു. പിന്നീടാണ് ഇവിടെ ഈ ജെറോം നഗർ, ചിന്നക്കട ജെറോം നഗർ ഷോപ്പിംഗ് കോംപ്ലക്സിന് ഉള്ളിൽ ഒളിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 4-5 പേർ സംഘം ചേർന്ന് ഇങ്ങോട്ട് എത്തുകയായിരുന്നു. ഈ സമയത്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തി ഇവരുമായിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിക്കുകയും നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ് അതുപോലെ തന്നെ വടി തുടങ്ങിയ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുള്ള ഒരു സംഘടന തന്നെയായിരുന്നു. വടി വീശിയുള്ള സംഘടന തമ്മിൽ വടി വീശിക്കൊണ്ടുള്ള സംഘടന ആയിരുന്നു. പിന്നീട് കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തുകയും അവരെ പിടിച്ചു മാറ്റുകയും ചെയ്തു. പോലീസ് അടക്കം എത്തി പിടിച്ചു മാറ്റുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ചിന്നക്കട പോലീസാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. രാവിലെ 11:45 കൂടിയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരും തന്നെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ചിന്നക്കടയിലൂടെ നവകേരള ബസ് കടന്നു പോയതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഘടനകൾ ഓരോന്നായിട്ട് ഉണ്ടായത്. ഇപ്പോൾ പോലീസ് ജീപ്പിന് നേരെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കല്ലെറിഞ്ഞിരിക്കുന്നു. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുപോയ പോലീസ് ജീപ്പിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്.
ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് റൈറ്റ്, ദിലീപ് ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം ചിന്നക്കനാലിൽ നേരത്തെ നവകേരള സദസ് കടന്നുപോയ ചിന്നക്കട നികേഷ് ഇപ്പോൾ പെപ്പർ സ്പ്രേ അടിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേരെ പെപ്പർ സ്പ്രേ അടിച്ചിരിക്കുന്നു. ഈ റോഡിലേക്കാണ് പെപ്പർ സ്പ്രേ അടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന ആ വാഹനത്തിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ പെപ്പർ സ്പ്രേ അടിച്ചിരിക്കുന്നത്. പോലീസിന് നേരെ അടക്കം റോഡിലേക്കാണ് ഇപ്പോൾ പെപ്പർ സ്പ്രേ അടിച്ചതാണ് അവർ വാഹനത്തിൽ. അതായത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെയാണ് പെപ്പർ സ്പ്രേ അടിച്ചിരിക്കുന്നത്.